അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1347. സൂറത്ത് യൂനുസ് 93 മുതൽ 97 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم من الطيبات فما اختلفوا حتى جاءهم العلم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون فإن كنت في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك فلا تكونن من الممترين ولا تكونن من الذين كذبوا بآيات الله فتكون من الخاسرين إن الذين حقت عليهم كلمة ربك لا يؤمنون ولو جاءتهم كل آية حتى يروا العذاب الأليم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولقد بوأنا بني إسرائيل. ഇസ്രായേൽ സന്തതികളെ നിശ്ചയം നാം കുടിയിരുത്തി. മുബവ്വഅ സിദ്ഖി, ഉചിതമായ താവളത്തിൽ. വറസഖനാഹും മിനത് തയ്യിബാത്തി, നല്ല വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ആഹാരം നൽകുകയും ചെയ്തു. ഫമഖ്തലഫു, അപ്പോൾ അവർ ഭിന്നിച്ചിട്ടില്ല. ഹത്താ ജാഅഹുമുൽ ഇൽമു, അവർക്ക് വിവരം വരുന്നതുവരെ. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ, നിശ്ചയം അവർക്കിടയിൽ അന്ത്യനാളിൽ അല്ലാഹു വിധി കൽപ്പിക്കും. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു വിഷയത്തിലായിരുന്നോ തർക്കത്തിലായിരുന്നതെങ്കിൽ ആ വിഷയത്തിൽ. ഫൈൻ കുന്താ ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക, അപ്പോൾ നബിയെ തങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചതിൽ തങ്ങൾ സംശയാലുവാണെങ്കിൽ ഫസ്അലില്ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്, തങ്ങളുടെ മുമ്പ് വേദം വായിച്ചിരുന്ന ആളുകളോട് തങ്ങൾ ചോദിക്കുക അതങ്ങനെ തന്നെയാണോന്ന്. ലഖദ് ജാഅക്കൽ ഹഖ്ഖു മിർ റബ്ബിക്, നിശ്ചയം തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം തങ്ങൾക്ക് വന്നിരിക്കുന്നു. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതുകൊണ്ട് തങ്ങൾ സംശയാലുക്കളിൽ പെടുകയേ ചെയ്യരുത്. വലാ തകൂനന്ന മിനല്ലദീന കസ്സബൂ ബി ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന കൂട്ടത്തിൽ തങ്ങളാവുകയേ ചെയ്യരുത്. ഫതകൂന മിനൽ ഖാസിരീൻ, അങ്ങനെ വന്നാൽ തങ്ങൾ പരാജയികളിൽ പെട്ടുപോകും. ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമത്തു റബ്ബിക്, നിശ്ചയം തങ്ങളുടെ നാഥന്റെ വാക്യം സ്ഥിരപ്പെട്ട ആളുകൾ ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്തുഹും കുല്ലു ആയത്തിൻ, എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കിട്ടിയാലും അവർ വിശ്വസിക്കുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷയെ അവർ നേരിൽ കാണുന്നതുവരെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണല്ലോ ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫറോവയും അവന്റെ ആളുകളും അതിശക്തമായ വിധത്തിൽ ഇസ്രായേലികളെ അടിമപ്പണിയെടുപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥക്ക് പരിഹാരമായി മൂസാ നബി അലൈഹിസ്സലാം അവരെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയും ചെങ്കടലിന്റെ വക്കത്ത് വെച്ച് പിടികൂടാൻ ഫറോവയും ആളുകളും ശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ പിളർത്തി അതിലൂടെ അക്കരെ കടന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ അവസരം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അത്തരമൊരു സംഗതി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവർക്ക് സ്വസ്ഥത ഉണ്ടാകുമായിരുന്നില്ല. കാരണം എന്താ, ഇപ്പൊ ഫറോവയും അവന്റെ ആളുകളും അധികാരവും അതേപോലെ തന്നെ സ്വാധീനമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. ഇവരേത് മാളത്തിൽ പോയി ഒളിച്ചാലും അവരെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവർക്കെതിരെ അസ്വസ്ഥത പരത്താനും അവരുടേതായിട്ടുള്ള ഈ രാജാവിന്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനവർക്ക് സാധിക്കുമായിരുന്നല്ലോ. പക്ഷെ ഇനി ഒരിക്കലും ഫറോവയുടെയും അവന്റെ ആളുകളുടെയും ശല്യം ഞങ്ങൾക്ക് നേരെ വരില്ല എന്ന് ഉറപ്പുവരുത്തും വിധത്തിൽ ഫറോവയെയും അവന്റെ ആളുകളെയും മൊത്തം ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരു സന്ദേശമാണത്. ഇനി നമ്മൾ ആരെ പേടിക്കേണ്ടതില്ല. ഇത്രയും കാലം നമ്മളെ കൊല്ലാക്കൊല ചെയ്ത
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ, ഒരു വിധത്തിലും തന്നെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്ന ഫറോവയും ആളുകളും അവരുടെ ശല്യം ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതേയില്ല, പേടിക്കേണ്ടതേയില്ല എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണല്ലോ അവർക്ക് വലിയ സ്വസ്ഥതയും സമാധാനവും അതേപോലെ തന്നെ വലിയ സംതൃപ്തി ഉണ്ടാവുക. ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലികൾക്ക് എന്തു കൊടുത്തു? സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതാണ് ഇപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നതാണ് ഇവിടെ വലഖദ് ബവ്വഅനാ ബനി ഇസ്രായീല, നിശ്ചയം ഇസ്രായേലികളെ നാം കുടിയിരുത്തി മുബവ്വഅ സിദ്ഖിൻ, ഉചിതമായ താവളത്തിൽ. പറഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ വീടുകൾ തന്നെ നമ്മൾ അവർക്ക് നൽകി എന്നർത്ഥം. ഈ മിസ്റിലും അതേപോലെ തന്നെ ഷാമിലും സിറിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും അവർക്ക് താമസിക്കാനും അവർക്ക് സ്വൈരവിഹാരം നടത്താനും പറ്റുന്ന സംവിധാനം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തു എന്നർത്ഥം. അതാണ് മിസ്ർ മൊത്തം ആരുടെ അധികാരത്തിൽ വന്നു? ഇവരുടെ അധികാരത്തിൽ വന്നു. ഇനിയൊന്നും പേടിക്കേണ്ടതില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായല്ലോ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവര് നേരത്തെ ഫറോവയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരുന്നുവെങ്കിൽ ഫറോവയും അവന്റെ ആളുകളും എന്നേക്കുമായി നശിച്ചതോടുകൂടെ പിന്നീട് ഈ മിസ്റും അതേപോലെ തന്നെ പരിസരങ്ങളുമൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അതേപോലെ തന്നെ താൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയും ഭരണത്തിന് കീഴിൽ വന്നല്ലോ. അപ്പൊ ആ മൂസാ അലൈഹിസ്സലാമിന്റെ അധികാരപരിധിയുടെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. അപ്പൊ അത് അവർക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതാണ് ഇബ്നു കസീർ പറയുന്നത്, യുഖ്ബിറു തആല അമ്മാ അൻഅമ ബിഹി അലാ ബനി ഇസ്രായീല മിനൻ നിഅമി ദീനിയ്യത്തി വദ്ദുനിയവിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ ഇസ്രായേലികൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. നേരത്തെ ഫറോവയും അവന്റെ ആളുകളും ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു നല്ല വഴി തുറന്നു കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ഈ സൂക്തത്തിൽ പറഞ്ഞത് വലഖദ് ബവ്വഅനാ ബനി ഇസ്രായീല മുബവ്വഅ സിദ്ഖിൻ, അനുയോജ്യമായ താവളത്തിൽ അവരെ അല്ലാഹു തആല കുടിയിരുത്തി എന്ന് പറയുമ്പോൾ മിസ്റും അതേപോലെ തന്നെ ഷാമും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളുമൊക്കെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സംവിധാനം അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു. സ്വസ്ഥമായി താമസിക്കാൻ ഒരു ഇടം എന്ന് പറയുന്നത് വല്ലാത്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ ഫഇന്നല്ലാഹ തആല ലമ്മ അഹ്ലക ഫിർഔന വജുനൂദഹു, അല്ലാഹു തആല ഫറോവയെയും അവന്റെ സൈന്യത്തെയും നശിപ്പിച്ചപ്പോൾ ഇസ്തഖറത്തി യദുദ് ദൗലത്തിൽ മൂസവിയ്യ, മൂസ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള അധികാരം അത് സ്ഥിരപ്പെടുകയാണ്. അലാ ബിലാദ് മിസ്ര ബികമാലിഹ, മിസ്ർ എന്ന നാട് മൊത്തം, ഈജിപ്ത് എന്ന നാട് മൊത്തം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അധികാര പരിധിയിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റേതായിട്ടുള്ള അധികാര പരിധിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലികൾക്ക് പിന്നീട് സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഈജിപ്തിൽ താമസിക്കുന്ന സമയത്ത് തന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അനുഗ്രഹീതമായ നാട്, ആ നാട്ടിലേക്കുള്ള യാത്രക്ക് അവരെ കോപ്പുകൂട്ടുകയും അതിനാവശ്യമായ പദ്ധതികൾ അവർ തയ്യാറാക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അമാലിഖ വിഭാഗം എന്ന് പറയുന്ന അതിക്രമകാരികളായിട്ടുള്ള ആളുകൾ, ആ ആളുകളോട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാനോ ഉള്ള ആ തന്റെ ഇടം നിർണായകമായ ഘട്ടത്തിൽ ഇവർക്കില്ലാതെ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മൂസാ നബിക്ക് നിർദ്ദേശം കൊടുത്തു ഇവരുമായി പോരാട്ടം നടത്തണമെന്ന്. അങ്ങനെ അവിടെ അധിനിവേശം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കണമെന്ന്. പക്ഷേ ഇസ്രായേലികൾ പറഞ്ഞതെന്താ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നിങ്ങളും പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാണ് എന്നാ പറഞ്ഞത്. അവിടെ കുറെ ജബ്ബാരിങ്ങൾ, വലിയ ആചാരബാഹുക്കളായിട്ടുള്ള ആളുകളുണ്ട്, അവരവിടെയുള്ള കാലത്തോളം ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല എന്നുവരെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് പറയുന്ന അവസ്ഥയുണ്ടായി. 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ ഇങ്ങനെ ഒയന്നു നടക്കേണ്ട ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാരണം കൊണ്ട് തന്നെ അവർക്ക് നൽകി എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ തീഹ് മരുഭൂമിയിൽ വെച്ച് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം വഫാത്താകുന്നു, മൂസാ അലൈഹി ഇസ്ലാമും വഫാത്താകുന്നു. പിന്നീട് യൂശഅ നബി അലൈഹിസ്സലാം രംഗത്ത് വരികയും യൂശഅ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ബൈത്തുൽ മുഖദ്ദസും പരിസരവും
അവർ കീഴടക്കുകയും അവിടെ അക്കാലത്തുള്ള ശരിയായ പ്രവാചകന്റെ അധികാരപരിധിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. പിന്നീട് ബുഖ്തുനസർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം ഈ വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് പിടിക്കുന്നു. അവരിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടാകുന്നു. പിന്നീട് യൂനാൻ രാജാക്കന്മാരുടേതായിട്ടുള്ള അധികാരപരിധിയിലേക്ക് കുറെ കാലം അത് കടന്നു വരുന്നു. ഈസാ അലൈഹി ഇസ്ലാം വന്ന് വിമോചനത്തിന്റേതായിട്ടുള്ള സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാം വന്നപ്പോ ഈസാ അലൈഹി ഇസ്ലാമിനോടുള്ള എതിർപ്പ് കാരണം ഇവരുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളെ യൂനാൻ രാജാക്കന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ശൈലിയാണ് ഈ ജൂതന്മാർ സ്വീകരിച്ചത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുകയും ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ കൊന്നുകളയാനുള്ള പദ്ധതി തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഈസാ അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ അവർക്ക് പറ്റിയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ സംരക്ഷിച്ചു എന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. വമാ ഖതലൂഹു യഖീനൻ ബർ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമ എന്ന് സൂറത്തുൻ നിസാഇന്റെ 157-158 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന്റെ ശേഷം പിന്നീട് കുസ്തന്തീൻ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രാജാവ്, കുസ്തന്തീൻ എന്ന് പറയുന്ന ഒരു രാജാവ് യൂനാൻ രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹം നസ്രാനി മതം സ്വീകരിക്കുകയും അദ്ദേഹത്തിലൂടെ ക്രിസ്ത്യാനികൾ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവിടെ വേദിയൊരുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ താൽപര്യത്തിനനുസരിച്ച് മതനിയമങ്ങളിൽ ധാരാളം മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും അതുപോലെ മതത്തിന്റെ നിയമങ്ങളിൽ കരിഞ്ചന്ത കാണിക്കുകയും ചെയ്യാൻ അക്കാലത്തെ പുരോഹിതവർഗം തയ്യാറായി എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നേരത്തെ അവർക്ക് വിലക്കപ്പെട്ടിരുന്ന പലതും പന്നിമാംസം ഉൾപ്പെടെയുള്ളതൊക്കെ അത് അനുവദനീയമാണെന്ന് പറയുന്ന ഘട്ടം വരെ മതത്തിന്റേതായിട്ടുള്ള വിഷയത്തിലെ തിരുമറികളിലേക്ക് അവരെത്തുകയുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിന്റെ അധികാരം അവരുടെ കയ്യിൽ വരണമെന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വിധത്തിലുള്ള ഉഡായിപ്പ് ടീമിന്റെ കയ്യിൽ തന്നെ അധികാരം നിലനിൽക്കുകയും പിന്നീട് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മോചിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ടായി. അത് മാറിയും മറിഞ്ഞും പിന്നെയും മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള ഖുദ്സിന്റെ മോചനത്തിന്റെ സംവിധാനങ്ങൾ വീണ്ടും അരങ്ങേറി. പക്ഷെ വീണ്ടും കാര്യങ്ങൾ മാറിമറിഞ്ഞ അവസ്ഥ ലോകത്ത് സംജാതമായി. ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾ സുഖകരമല്ലാത്ത വിധത്തിൽ മുന്നോട്ടു പോകുന്നു എന്നുകൂടി നമ്മളിവിടെ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ഹറമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ മസ്ജിദുൽ അഖ്സയും പരിസരവും അത് ശരിയായ വിശ്വാസത്തിന്റെ വക്താക്കളുടെ കൈകളിലേക്ക് അല്ലാഹു സമാധാനപരമായി തിരിച്ചു തരട്ടെ എന്ന് നമുക്കിവിടെ പ്രാർത്ഥിക്കാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇസ്രായേലികൾക്ക് നല്ല സുരക്ഷിതമായ താവളം നമ്മൾ ഒരുക്കിക്കൊടുത്തു. വറസഖനാഹും മിനത് തയ്യിബാത്തി, നല്ല ഭക്ഷണങ്ങൾ നമ്മൾ അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആ സമൂഹം അവര് പക്ഷേ ഫമഖ്തലഫു ഹത്താ ജാഅഹുൽ ഇൽമു, അറിവ് വന്നു കിട്ടുന്നതുവരെ അവർ ഭിന്നിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവരുടെ ഇടയിൽ അനാവശ്യമായ ഭിന്നിപ്പുകളുടെ സാഹചര്യങ്ങൾ ഉണ്ടായി. അതായത് പല കാര്യങ്ങളിലും ശരിയായ വിവരങ്ങൾ അവർക്ക് വന്നു കിട്ടിയതിനു ശേഷവും അവര് തെറ്റായ ചിന്താഗതികൾ പലതും വെച്ചു പുലർത്തുന്ന സാഹചര്യമുണ്ടായി. അവർക്കിടയിൽ മതപരമായ ഭിന്നിപ്പിന്റെ വല്ലാത്തൊരു ശൈലി കടന്നു വന്നു. ഹദീസിൽ കാണാമെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഇന്നൽ യഹൂദ ഇഖ്തലഫു അലാ 71 ഫിർഖ, 71 കക്ഷികളായി യഹൂദികൾ ഭിന്നിച്ചു. വഇന്നൻ നസാറ ഇഖ്തലഫു അലാ 72 ഫിർഖ, ക്രിസ്ത്യാനികൾ 72 കക്ഷികളായി ഭിന്നിച്ചു. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹം ഭിന്നിക്കും അലാ 73 ഫിർഖ, 73 ഭിന്നിക്കും. മിൻഹാ വാഹിദത്തുൻ ഫിൽ ജന്ന, അതിൽ നിന്ന് ഒന്ന് സ്വർഗത്തിലും, വസിൻതാനി വസബഊന ഫിന്നാർ, 72 നരകത്തിലുമാണെന്ന് മുത്തുനബി പറഞ്ഞു. ഖീല മൻഹും യാ റസൂലല്ലാഹ്, സ്വർഗത്തിലുള്ള കക്ഷി ആരാണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ഖാല, തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ഉള്ളത് ആ നിലപാട് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് സ്വർഗത്തിന്റെ കക്ഷി എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ശരി, വിവരം വന്നു കിട്ടിയതിനു ശേഷം അവർക്ക് ഭിന്നിപ്പുണ്ടായി. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കുന്നതാണ്. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഭിന്നിപ്പിന്റെ സ്വഭാവത്തിലേക്ക് കടന്നുപോയ ആ ആളുകൾക്ക്
അവരുടെ നിലപാട് ശരിയായിരുന്നില്ല എന്ന് പരലോകത്ത് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫൈൻ കുന്ത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക, നബിയെ തങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് തങ്ങൾ സംശയാലുവാണെങ്കിൽ ഫസ്അലില്ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്, തങ്ങളുടെ മുമ്പേ വേദം വായിക്കുന്നവരോട് തങ്ങൾ ചോദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അവരുടെ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന കാര്യം ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل എന്ന് സൂറത്തുൽ അഅറാഫിന്റെ 157ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. അപ്പോൾ റസൂലുള്ളാഹിയുടെ വിവരണം തൗറാത്തിലും ഇഞ്ചീലിലും വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ അങ്ങനെ തൗറാത്തിലും ഇഞ്ചീലിലും വന്നിട്ടുണ്ടാവുമോ ഇല്ലേ എന്ന സന്ദേഹം തങ്ങൾക്കുണ്ടെങ്കിൽ തങ്ങൾ മുമ്പേ വേദം വായിക്കുന്നവരോട് ചോദിച്ചു നോക്കുക. ലഖദ് ജാഅക ലഹഖു മിർ റബ്ബിക്, നിശ്ചയം തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം തങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, തങ്ങൾ സംശയാലുക്കളിൽ പെടരുത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്നൊരു വിദൂര സാധ്യത പോലും വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ തങ്ങൾക്ക് വരില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് താനും. പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇவ்விதം സംസാരിച്ചതിന്റെ കാരണം എന്താണ്? അത് അതിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയും ആധികാരികത സ്ഥിരീകരിക്കാൻ വേണ്ടിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക, തങ്ങൾ ശിർക്ക് ചെയ്താൽ തങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകുന്നു. റസൂലുള്ളാഹി ശിർക്ക് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. തങ്ങളിൽ നിന്ന് ശിർക്ക് പോയിട്ട് സാധാരണ കുറ്റങ്ങൾ പോലും വരാത്ത വിധം അല്ലാഹു തആല ഇസ്മത്തും പാപ സുരക്ഷിതത്വവും നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. എന്നിട്ടും അങ്ങനൊന്നും ഉണ്ടായാൽ എന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ചോദ്യവും ഉത്തരവും പറഞ്ഞില്ലേ? ഇതേപോലെയാണ് ഇവിടെയും പറയുന്നത്. തങ്ങൾക്ക് സംശയമുണ്ട് എന്ന അർത്ഥത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നു, ബലഗനാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തങ്ങൾ സംശയാലുവാണെങ്കിൽ ചോദിച്ചു നോക്കൂന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞതായി വ്യവസ്ഥാപിതമായി തെളിവ് കിട്ടിയിരിക്കുന്നു നമുക്ക്. എന്താ? ലാ അശുക്കു വലാ അസ്അലു, എനിക്ക് സംശയമല്ല, ഞാനോട്ട് ചോദിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ആയത്ത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി നേരത്തെ തന്നെ പരാമർശനമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടും അവരുടെ വേദത്തിൽ നിന്ന് മുത്തുനബിയുടെ ആധികാരികത അവർക്ക് ബോധ്യപ്പെട്ടിട്ടും പക്ഷെ അത് ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കാനോ തയ്യാറാവാത്തൊരവസ്ഥ അവരിൽ വന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഹഖ്ഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക്, തങ്ങളുടെ നാഥന്റെ വാക്യം സ്ഥിരപ്പെട്ടിരിക്കുന്ന ആളുകൾ ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് കടന്നു വരില്ല എന്ന ദുർവാശി പിടിച്ചു നിൽക്കുന്ന ആളുകൾ, ആ ആളുകളെ പിന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, അവരുടെ കാഴ്ചപ്പാട് മാറ്റാനുമാവില്ല എന്നർത്ഥം. വലൗ ജാഅത്തുഹും കുല്ലു ആയത്തിൻ, എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കിട്ടിയാലും അവർ വിശ്വസിക്കുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ നേരിൽ കാണുന്നതുവരെ എന്ന് പറഞ്ഞാൽ നിഷേധത്തിൽ മൂടുറച്ചു പോയ സമൂഹം അങ്ങേയറ്റം പ്രതിഷേധകരമായിട്ടുള്ള ഒരു ശൈലിയുമായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സത്യം എത്ര ബോധ്യപ്പെട്ടാലും പകൽ വെളിച്ചം പോലെ തെളിഞ്ഞാലും അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർ തയ്യാറാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വസിക്കണമെന്ന തോന്നൽ വരുന്നത് എപ്പോഴാ? നേരത്തെ ഫറോവയുടെ കഥ നമ്മൾ പറഞ്ഞില്ലേ, ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന നേരം ഞാനും ഇസ്രയേലികൾ പറഞ്ഞ അതേ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചില്ലേ? പക്ഷെ ആ പ്രഖ്യാപനം ഫലം ചെയ്യുന്നതല്ലല്ലോ. ഇതുപോലെ നേരിട്ടു വേദനാജനകമായ ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് അപ്പോൾ ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടാകും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതിനു മുമ്പ് വിശ്വാസം ഫലം ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന സമയത്ത് വിശ്വസിക്കാൻ അവർ തയ്യാറാകുന്നുമില്ല എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. സത്യം കൃത്യമായി വ്യക്തമായതിനു ശേഷം ആ സത്യത്തിന് വിരുദ്ധമായ ശൈലി സ്വീകരിച്ച യഹൂദി നസാറാക്കളുടെ മോശമായ നിലപാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാനാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിച്ചോളൂ എന്ന് പറയുന്നത്. ഒരിക്കലും റസൂലുള്ളാഹിക്ക് സംശയമുണ്ട് എന്ന അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ തങ്ങളുടെ ഉമ്മത്തിൽ ആർക്കെങ്കിലും ആ വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ആ സന്ദേഹം തീർക്കാനുള്ള പദ്ധതിയായി അത് ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സത്യസന്ധന്മാരായിട്ടുള്ള വേദക്കാർ അവരാണ് സംഗതികൾ മറച്ചുവെക്കാതെ പറയുക. അങ്ങനെയുള്ളവരോട് ചോദിക്കാനാണ് നിർദ്ദേശം.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, അവരുടെ വേദഗ്രന്ഥത്തിലും സത്യസന്ധമായി വിശ്വസിച്ചു. രണ്ടു പ്രതിഫലത്തിന് അർഹത നേടിയവരാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.